ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇറാനിലെ സിവിലിയൻസിനോട് പറഞ്ഞത് ഞങ്ങളുടെ യുദ്ധം നിങ്ങളോടല്ല, ഞങ്ങളുടെ യുദ്ധം നിങ്ങളെ അടിച്ചമർത്തിയിരിക്കുന്ന ഈ ഡിക്റ്റേറ്റർഷിപ്പിനോടാണ്, ഈ മത നേതൃത്വത്തോടാണ്, ഈ ഫാസിസത്തിനോടാണ്, ഈ ഏകാധിപത്യത്തിനോടാണ്. ഇതിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഇറാനിൽ ഒരു വമ്പൻ നീക്കം നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുമ്പോൾ നാട് കടത്തപ്പെട്ട ഇറാനിയൻ കിരീടാവകാശി റൈസ പെഹൽവി ഇറാനിയൻ ജനതയ്ക്ക് ഒരു ആഹ്വാനം കൊടുത്തിരിക്കുകയാണ്, ഒരു സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. പ്രതിഷേധിക്കാനാണ് ആ സിഗ്നൽ എന്ന് പറയുന്നത്. വീഡിയോ സന്ദേശമാണ് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് എക്സിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക് റിപ്പബ്ലിക് അതിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുകയാണ്, ആരംഭിച്ചത് മാറ്റാനാവാത്തതാണ്, ഭാവി ശോഭനമാണ്, നമ്മൾ ഒരുമിച്ച് ചരിത്രത്തിൻ്റെ പേജ് മറിക്കും, ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമാണ്, ഇറാനെ തിരിച്ചു പിടിക്കാനുള്ള സമയം, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഖമനേയിയെ തട്ടിക്കളഞ്ഞ് അവിടെയുള്ള ഭരണം അട്ടിമറിച്ച് അല്ലെങ്കിൽ ആ മതം ഭരണം അവസാനിപ്പിച്ച് ഇറാനിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണം കൊണ്ടുവരാനുള്ള ഇസ്രായേലിൻ്റെ നീക്കമാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്താക്കപ്പെട്ട കിരീടാവകാശി പറയുന്നത്. റൈസ പെഹൽവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളും അതിന് അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഇറാനിൽ നടന്നിരുന്ന ഹിജാബ് പ്രക്ഷോഭമൊക്കെ ലോകമെമ്പാടും ചർച്ചയായ, ലോകമെമ്പാടും മുസ്ലിം സമുദായത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഇറാനിലെ അവസാനത്തെ ഷാ ആയിരുന്ന മുഹമ്മദ് റൈസ പെഹൽവിയുടെ മൂത്ത മകനാണ് റസ പെഹൽവി. 1967 അദ്ദേഹത്തെ കിരീടാവകാശിയായി നിയമിച്ചിരുന്നു. പക്ഷേ 1979 ഇസ്ലാമിക വിപ്ലവം നിലവിലെ ഭരണകൂടത്തെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പ് 78 രാജ്യം വിട്ട് അദ്ദേഹം പലായനം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ US-ലാണ് അദ്ദേഹം താമസിക്കുന്നത്. പ്രവാസിയായ പ്രതിപക്ഷ ഗ്രൂപ്പായ നാഷണൽ കൗൺസിൽ ഓഫ് ഇറാന്റെ തലവനാണ് അദ്ദേഹം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് എതിരായി അദ്ദേഹം വളരെ കാലമായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. കൂടാതെ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ലോകവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു മതേതര ജനാധിപത്യ സർക്കാരിലേക്കുള്ള സമാധാനപരമായിട്ടുള്ള മാറ്റത്തെയാണ് ഞാൻ പിന്തുണയ്ക്കുന്നതെന്ന് അദ്ദേഹം പല വേദികളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.